കുറച്ച് മുന്നേ ഞാനിത് 20 ദിവസത്തേക്ക് ഗ്ലൂട്ടോത്തിയാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ അതിനെപ്പറ്റിയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുടിച്ചിരുന്നത് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്ലൂട്ടോത്തിയാനാണ് കുടിച്ചിരുന്നത്. സോ ഡേ 1 നത്തിങ് സ്പെഷ്യൽ വേറെ ഒന്നുമല്ല. ഇറ്റ്സ് ടേസ്റ്റ് ലൈക്ക് എ കൂൾ ഡ്രിങ്ക്. ലൈക്ക് നമ്മൾ ഡെയിലി ഒരു നോർമൽ ടാബ്ലറ്റ് കഴിക്കുന്ന ഫീൽ പോലെയൊന്നുമല്ല. ലൈക്ക് നമ്മൾ ഗ്ലൂട്ടോത്തിയാൻ എടുക്കുകയാണെന്നൊന്നും തോന്നുന്നില്ല. എൻ്റെ ഇഷ്ടമുള്ള ഫ്ലേവർ ഈ ഫ്ലേവറാണ്. ഡേ 1 പ്രത്യേകിച്ച് മുഖത്ത് റിസൾട്ട്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഒറ്റ ദിവസമായിട്ടുള്ളൂ. ലൈക്ക് കുടിച്ച അപ്പോൾ തന്നെ റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ ദർ ഈസ് സംതിങ് ഫിഷി അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് കൂടുതലുള്ളതായിരിക്കും. സ്പീക്കിംഗ് ഓഫ് സൈഡ് എഫക്ട്സ്, നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ചോദിച്ചിരുന്നൊരു കാര്യമാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ വലിയ സൈഡ് എഫക്ട്സ് ഉണ്ടോ? യൂഷ്വലി നിങ്ങൾ ഗ്ലൂട്ടോത്തിയൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ മെയിൻലി കാണുന്നത് ഈ ഇഞ്ചക്ഷൻ ഗ്ലൂട്ടോത്തിയനും അതുപോലെ തന്നെ ടാബ്ലറ്റ് ആയിട്ട് വരുന്ന ഗ്ലൂട്ടോത്തിയൻ്റെയും മെയിൻ സൈഡ് എഫക്ട്സ് ആണ് കൂടുതൽ എടുത്ത് കാണിക്കുക. ബട്ട് ഈ പ്രൊഡക്റ്റ് എവർസൺ ടാബ്ലറ്റ് ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ബട്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ സാധാരണ ഫുഡ് കഴിക്കാനായിട്ട് ബെറ്ററായി അബ്സോർബ് ചെയ്യും. കാരണം അതിൽ വിറ്റമിൻ സി ഉണ്ട്. പിന്നെയും ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ് ഗ്ലൂട്ടോത്തിയൻ എടുത്തതിന് ശേഷം സൈഡ് എഫക്ട്സ് കണ്ടുവന്നത്. കാരണം എല്ലാ ഗ്ലൂട്ടോത്തിയനും സെയിം അല്ല. നിങ്ങൾ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചീപ്പ് ഗ്ലൂട്ടോത്തിയൻസ് കിട്ടും. ലൈക്ക് ഒരുപാട് ചൈനീസ് മെയ്ഡ് ഗ്ലൂട്ടോത്തിയൻസ് വരുന്നുണ്ട്. ഈ വരുന്നത് ഒപ്പിടാക്കിൻ്റെ ജാപ്പനീസ് ടെക്നോളജിയിൽ ഫോർമുലേറ്റ് ചെയ്ത ഗ്ലൂട്ടോത്തിയനാണ്. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്ലൂട്ടോത്തിയനിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗ്ലൂട്ടോത്തിയൻ. ഇത് ജാപ്പനീസ് ടെക്നോളജിയാണ് ഒപ്പിടാക്ക് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഒപ്പിടാക്ക് ഗ്ലൂട്ടോത്തിയന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒപ്പിടാക്ക് ഗ്ലൂട്ടോത്തിയൻ നോക്കി വാങ്ങേണ്ടത്? ബിഗ് റീസൺ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഗ്ലൂട്ടോത്തിയൻ പ്രൊഡക്ട്സിന്റെ സോഴ്സ്, അതായത് ഗ്ലൂട്ടോത്തിയൻ സോഴ്സ് എന്നെല്ലാം പറയുന്നതെല്ലാം ചൈനീസ് ഗ്ലൂട്ടോത്തിയൻസ് ആണ്. ഇത്തരം ഗ്ലൂട്ടോത്തിയൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ല കാര്യമല്ല. ഈ ചൈനീസ് അഥവാ ചീപ്പ് മാനുഫാക്ചർ ആയിട്ടുള്ള ഗ്ലൂട്ടോത്തിയൻ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒപ്പിടാക്കിൻ്റെ ഗ്ലൂട്ടോത്തിയൻ വാങ്ങണമെന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യമാണ് ട്രോസനൈസ് ആക്ടിവിറ്റി തടയും. അതായത് ഈ ട്രോസനൈസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിന്നിൻ്റെ മെലനിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഒപ്പിടാക്ക് ഗ്ലൂട്ടോത്തിയൻ ആ ആക്ടിവിറ്റി വല്ലാതെ റിഡ്യൂസ് ചെയ്യും. ഇത് ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ ഫിയോമെലനിൻ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ആ ഒരൊറ്റ ഫോർമുല നമ്മുടെ ഒപ്പിടാക്ക് ഗ്ലൂട്ടോത്തിയനിൽ മാത്രമാണ് വരുന്നത്. അത് മാത്രമല്ല ഒപ്പിടാക്ക് നമ്മുടെ GRAS അപ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗ്ലൂട്ടോത്തിയൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ISO സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോലെയുള്ള ഒരു കാര്യമാണ് ഈ GRAS. സോ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവും നിങ്ങൾക്ക് ഏറ്റവും വിസിബിൾ റിസൾട്ട്സ് എടുത്ത് കിട്ടുക ഈ ഗ്ലൂട്ടോത്തിയൻ, അതായത് നമ്മുടെ ഒപ്പിടാക്കിൻ്റെ ഗ്ലൂട്ടോത്തിയൻ യൂസ് ചെയ്താൽ. ആൻഡ് ഓഫ് കോഴ്സ് ഒപ്പിടാക്കിൻ്റെ ജാപ്പനീസ് ഗ്ലൂട്ടോത്തിയൻ ഇതുവരെ സൈഡ് എഫക്ട്സ് ഒന്നും കൂടുതലായിട്ട് കണ്ടുവന്നിട്ടില്ല. ഇനി നമുക്ക് ഡേ 4ലേക്ക് സ്കിപ്പ് ഫോർവേഡ് ചെയ്യാം. ഞാൻ സ്കിന്നിൽ നോട്ടീസബിൾ ആയിട്ടൊരു ഡിഫറൻസ് കണ്ടു തുടങ്ങിയത് ഡേ 4ലാണ്. മോസ്റ്റ്ലി എൻ്റെ സ്കിന്നിൽ ഇങ്ങനത്തെ ചെറിയൊരു പോലത്തുള്ള ഒരു കുരുക്കൾ പോലെ ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ വിസിബിൾ ആവുകയില്ല. നമ്മുടെ സ്കിന്നിൻ്റെ അടുത്ത് പോയി നിന്നാലാണ് കാണിക്കുകയുള്ളൂ. യൂഷ്വലി ഇത് കണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് ഡെപ്രവേഷൻ, അതായത് വല്ലാത്ത ഉറക്കമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു സംഭവമാണ്. സോ ഡേ 4 ആകുമ്പോഴേക്കും ഇത് ചെറുതായിട്ട് കുറയാൻ തുടങ്ങി. പിന്നെ ഇത് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്മ അതുപോലെ തന്നെ പ്രഗ്നൻസി ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. അത് ഗ്ലൂട്ടോത്തിയൻ മാത്രമല്ല, വേറെ എന്ത് സപ്ലിമെന്റ്സും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ അത് കഴിക്കാൻ പാടില്ല. പ്രഗ്നൻസിയുടെ കാര്യം പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടൈമിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ഡേ 7ൽ ഞാൻ വലിയ സ്കിൻ ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സ്കിൻ ഓൾറെഡി അത്യാവശ്യം ലൈറ്ററാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം മുമ്പേ ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ ബീച്ചിൽ പുറത്തേക്ക് പോയപ്പോൾ സ്കിൻ വല്ലാതെ ടാൻ ആയിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയുന്നതാണ്. ബട്ട് തിങ്സ് ഹാപ്പൻ. സോ ഈ ഡേ 7ൽ ടാൻ ആയിട്ടുള്ള അവിടുത്തെ സ്കിൻ കളേഴ്സ് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റായി വന്നു തുടങ്ങിയത്. കാരണം വേറെ ഒന്നുമില്ല, ഗ്ലൂട്ടോത്തിയോൺ നമ്മുടെ സ്കിന്നിലെ മെലനിൻസ് ലെവൽസിനെയും കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ മെലനിനാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ തീരുമാനിക്കുന്നത്. ഡേ 11ലാണ് എനിക്ക് ക്വൈറ്റ് സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്. കാരണം എൻ്റെ പിമ്പിൾസ് ലൈക്ക് ജസ്റ്റ് സ്റ്റോപ്പ്. എൻ്റെ ഈ സൈഡിലും ഭാഗത്തെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ പിമ്പിൾസും അതുപോലെ തന്നെ റെഡ്നെസ്സും എല്ലാം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാറിപ്പോയി. വൺ മോർ തിങ്, ഈ ഡ്രിങ്ക് ഞാൻ യൂഷ്വലി ഈവനിങ്ങിന് സ്നാക്സ് കഴിച്ചതിന് ശേഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രിങ്ക് കഴിച്ചിരുന്നത്. ബട്ട് ഡേ 7ന് ശേഷം ഞാൻ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആക്കിയിട്ട് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെയാണോ അല്ലെങ്കിൽ വിറ്റമിൻ സി ഇതിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, പിമ്പിൾസ് മാറി കിട്ടി. ക്യൂരിയോസിറ്റി കൂടിയിട്ട് ഞാൻ ഒരു ദിവസം ഇത് വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറും വയറ്റിൽ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. ഞാൻ കഴിഞ്ഞതിന് ശേഷം കുറേ വെള്ളം വാരി വലിച്ച് കുടിച്ചു. ബട്ട് ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതല്ല. ഞാൻ വെറുതെ ക്യൂരിയോസിറ്റി കൂടിയിട്ട് ചെയ്തതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളിത് കഴിക്കാൻ പാടുകയുള്ളൂ. സോ ഡേ 20, ഈ 20 ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം 1 drinks പെർ ഡേ വെച്ചാണ് കഴിച്ചു തരുന്നത്. റിസൾട്ട്സിൻ്റെ കാര്യം പറയാനായിട്ട് മുമ്പ് ഈ ഗ്ലൂട്ടോത്തിയൻ എത്ര വരെ എടുക്കണമെന്നും മിക്ക ആൾക്കാർക്കുള്ള സംശയമാണ്.
ഈ ഗ്ലൂട്ടോത്തിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിറ്റമിൻസ് എല്ലാം കണ്ടുവരുന്നത് പോലെയുള്ള ഒരു സംഭവമാണ്. സോ ഇതിനങ്ങനെ എത്ര ഡേയ്സ് ഒന്നും പറയാൻ പറ്റില്ല. ലൈക്ക് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടോത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കുറഞ്ഞു വരും. ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 20 days വരെ ഗ്ലൂട്ടോത്തിയോൺ എടുക്കും, എന്നിട്ട് 1-2 വീക്ക് ബ്രേക്ക് എടുക്കും. 1-2 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂട്ടോത്തിയോൺസ് ലെവൽസ് കുറയുന്നുണ്ടോ, അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നോക്കും. ദെൻ ട്രൈ 1 more time. ഇത്തവണ നമ്മൾ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തും. അതായത് ഗ്ലൂട്ടോത്തിയോൺസ് ലെവൽസ് കുറയാതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വരുത്തും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം. ഇങ്ങനെ 3 മാസം വരെ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വിസിബിൾസ് റിസൾട്ട്സ് കിട്ടുക. ആൻഡ് ഇനി എന്താണ് റിസൾട്ട്സ്? എൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഇംപ്രൂവ് ആയത് സ്കിൻ ടെക്സ്ചർ, അതുപോലെ തന്നെ സ്കിന്നിലുള്ള ചെറിയ ബംസ്, അതുപോലെ തന്നെ പിമ്പിൾസ്, ആക്നി മാർക്സ് ആണ് ഫസ്റ്റ് ഇംപ്രൂവ് ആയത്. നെക്സ്റ്റ് എൻ്റെ സ്കിൻ ടാനിലും അതുപോലെ തന്നെ സ്കിൻ ടോണിലും ഒരു വിസിബിൾ റിസൾട്ട്സ് ആണ് കിട്ടിയിരുന്നത്. ഇത് ഞാൻ 20 ദിവസമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുക നിങ്ങൾ 30-40 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്താലാണ്. ഇതിന് കാരണം നമ്മുടെ ഗ്ലൂട്ടോത്തിയോൺസ് ലെവൽസ് കൂടാൻ ഏകദേശം 3 മാസത്തിൻ്റെ അടുത്ത സമയമെടുക്കും. ഇത് നമ്മുടെ ബാക്കിയുള്ള വിറ്റമിൻസ് പോലെ പെട്ടെന്ന് കൂടുകയും കുറയുകയില്ല. ആൻഡ് ഈ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞുള്ള പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കഴിഞ്ഞ വീഡിയോയിലെ സെയിം കൂപ്പൺ കോഡ് ഇപ്പോഴും അവൈലബിൾ ആണ്, അതായത് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട്സ് കിട്ടുന്നതാണ്. ആൻഡ് ഇനി ഈ ഗ്ലൂട്ടോത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ നമ്മൾ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ സെയിം പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക.